നിയമസഭയിൽ കഴിഞ്ഞ തവണ അവസാന നിമിഷങ്ങളിലൊക്കെ 15ാം നിയമസഭയുടെ അവസാനത്തെ സെഷനുകളിൽ കണ്ട വല്ലാത്ത ഒരു തീപ്പൊരി നിലപാടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ. അടിയന്തര പ്രമേയമായിട്ടും അതല്ലാതെ സഭയിലെ സമരമായിട്ടും ഒക്കെ വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സഭ തുടങ്ങുമ്പോൾ ആദ്യ അടിയന്തര പ്രമേയം പിണറായി വിജയനും കൂട്ടരും അവതരിപ്പിക്കുന്നത് എന്താണ് എന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. മറ്റൊരു പ്രേക്ഷകൻ എഴുതുന്നു, ശ്രീകുട്ടി തൻ്റെ ജീവനും രക്തവും കണ്ണീരും സന്തോഷവും ജീവിതവും സ്വന്തം മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന അമ്മമാരുള്ള ഈ നാട്ടിൽ സ്വന്തം കുഞ്ഞിനെ മനുഷ്യമൃഗത്തിന് കുരുതി കൊടുത്ത ആ പേരും അമ്മയത്രേ എന്ന് പറയുന്നത് അഖിലയെക്കുറിച്ചാണ്. അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ശ്രീകുട്ടി പറഞ്ഞ പോലെ അവരെയൊക്കെ എങ്ങനെയാണ് അമ്മയെന്ന് വിളിക്കുക? ഒരു കുഞ്ഞിൻ്റെ നെഞ്ചു നോക്കി ചവിട്ടി വാരിയിൽ ഒടിച്ച് കൊല്ലുമ്പോൾ അല്ലേ? പ്രിയപ്പെട്ടവരെ, വ്യാജ ഡോക്ടർമാരെ പിരിച്ചുവിട്ട് വേറെ ഡോക്ടർമാരെ നിയമിക്കാൻ പുതിയ മന്ത്രി ശ്രദ്ധിക്കണം എന്ന് മാത്യു എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അത് വ്യാജ ഡോക്ടറൊന്നുമല്ല, സിസ്റ്റത്തിൻ്റെ എററാണ്. ആ സിസ്റ്റത്തിൻ്റെ എറർ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. പുതിയ സർക്കാർ ചുമതല ഏറ്റിട്ടല്ലേ ഉള്ളൂ. ദെൻ ഹാവ് എ പൂക്കി മോർണിംഗ് എന്ന് ഗോപികൃഷ്ണൻ പറയുന്നു. പൂക്കി മോർണിംഗ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, NDA ഘടകകക്ഷി VD സതീശനെ കണ്ട് ചർച്ച നടത്തിയതിൽ ഒരു ചർച്ചയില്ലല്ലോ എന്ന് സുബ്രഹ്മണ്യൻ MC പറയുന്നു. ആശുപത്രികളിലെ ചികിത്സാ പിഴവിന് ചർച്ചയില്ലല്ലോ, ഇതെന്ത് മാധ്യമധർമ്മമാണ് എന്ന് സുബ്രഹ്മണ്യൻ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ചർച്ചയായിട്ട് വരുന്നുണ്ട്, അതൊക്കെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് ആ വാർത്തയിലേക്കൊക്കെ മടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. CPM തോൽവിയിൽ പിണറായി വിജയനെ ക്രൂശിക്കുന്നത് നീതികേടെന്ന് ആരായിരിക്കും? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതനായും 10 വർഷം വാഴ്ത്തിപ്പാടിയ ആൾക്കെതിരെ തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുന്നു. കുറ്റങ്ങൾ പിണറായിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാകില്ല. CPI സൃഷ്ടിച്ച പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശോഭ കെടുത്തിയെന്നും യോഗനാഥത്തിലെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. ലേബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി, വെരി ഗുഡ് മോർണിംഗ് ലേബി. പിണറായിയോടുള്ള ആ ഭക്തി അങ്ങോട്ട് വെള്ളാപ്പള്ളിക്ക് ഒഴിയുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും തോറ്റു. ആ തോൽവിയുടെ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനും പിണറായി വിജയനുമാണെന്ന മട്ടിൽ കീഴ്ഘടകം മുതൽ വിമർശിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റേതായ ഒരു രക്ഷാപ്രവർത്തനം എത്തിയിരിക്കുന്നതെന്നാണോ മനസ്സിലാക്കുന്നത് ലേബി സജീന്ദ്രൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും പിണറായി ഭക്തി വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് മാറിയിട്ടില്ല. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതിനൊപ്പം അതിരൂക്ഷ വിമർശനമാണ് CPM-നെതിരെയും LDF-നെതിരെയും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത്. സുഖലോലുപരായ ഒരു സംഘം നേതാക്കൾ നടത്തിയ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഫലമായിട്ടാണ് ഈ അവസ്ഥ LDF-നുണ്ടായത്. എന്നിട്ട് അതിന്റെ കുറ്റം മുഴുവൻ പിണറായി വിജയന്റെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നത് നീതിയല്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, 2ാം തവണ അത് ശബരിമല വിവാദം, സ്ത്രീ പ്രവേശന വിവാദം ഉണ്ടായിരുന്നിട്ട് പോലും 2021 ഭരണ തുടർച്ച സാധ്യമാക്കിയ നേതാവാണ് പിണറായി വിജയൻ. എന്നിട്ടും സുഖലോലുപരായി അധികാരത്തിന്റെ ലഹരി നുണഞ്ഞ നേതാക്കളാണ് ഇത്തരത്തിൽ പാർട്ടി എത്തിച്ചത്. താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ എല്ലാവരും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകലുകയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാതെ പാർട്ടി ഓഫീസുകളെല്ലാം അധികാര ദല്ലാളുമാരുടെ കേന്ദ്രങ്ങളായി മാറി, സാധാരണക്കാർക്ക് ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളായി മാറി. ഒപ്പം CPI ഏറ്റ വകുപ്പുകളൊന്നും മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് നടത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല, CPI ഈ ഭരണത്തിന്റെ ശോഭ കെടുത്തി എന്നുള്ള വിമർശനം CPIക്ക് നേരെ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്ഥിരം വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട് ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് തോൽവിക്ക് കാരണമായി എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അത് മാത്രമല്ല, ഏറ്റവും നിശിതമായ വിമർശനം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതനായ P ശശിക്ക് അതിന്റെ ചുമതല കൊടുത്തതിലൂടെ അതൊരു ഉപജാപക കേന്ദ്രമായി, ഉപജാപക സംഘത്തിന്റെ കേന്ദ്രമായി മാറി. ഇവിടെ നടക്കുന്നത് എന്ത് എന്ന് പിണറായി വിജയന് പോലും അറിയാൻ സാധിച്ചില്ല. എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ ഇവരെല്ലാവരും ചേർന്ന്, ഈ പുത്തൻകൂറ്റി കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ചേർന്ന് പാപം ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നിട്ട് അതിന്റെ കുറ്റം പിണറായി വിജയന്റെ തലയിൽ മാത്രം വെക്കുന്നത് നീതിയല്ല എന്ന് പറയും. ഓക്കെ, താങ്ക് യു. ലേബി സജിതലാണ്. പിണറായി വിജയന് വേണ്ടി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വെള്ളാപ്പള്ളി അവസാനിപ്പിച്ചില്ലെങ്കിലേ വലിയ കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടത്തിയ മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശമാണ്. അതിനെ വേണ്ട രീതിയിൽ പാർട്ടിയെതിരെ തള്ളിക്കറിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഇറക്കി. പക്ഷേ മുഖ്യമന്ത്രി ആ രീതിയിൽ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ശൈലിയുണ്ടല്ലോ, കേരളത്തിലെ പ്രവീൺ തൊഗാഡിയാകാനാണ് ശ്രമിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞ ഒരു പിണറായി വിജയനെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ അങ്ങനെയൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആവും വെള്ളാപ്പള്ളി നടേശൻ എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ പിണറായിയോട് വെള്ളാപ്പള്ളിക്ക് ഭക്തിയാണെങ്കിൽ വെള്ളാപ്പള്ളിയോട് മറ്റു ചിലർക്ക് ഭക്തിയുണ്ട്.
അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി വെള്ളാപ്പള്ളിയെ കാണുകയും വെള്ളാപ്പള്ളിയുടെ ഭാര്യയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കക്ഷിയുണ്ട്. അത് നമ്മുടെ വി ഡി സതീശന്റെ മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയായ ബിന്ദു കൃഷ്ണയാണ്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയതും വെള്ളാപ്പള്ളിക്ക് പോയതും ഒന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സമുദായ സംഘടനകളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ അങ്ങോട്ട് പോയി അവരെ കണ്ട് ആ രീതിയിൽ ആശീർവാദമൊക്കെ വാങ്ങുമ്പോൾ തെറ്റായ മെസ്സേജ് കൊടുക്കുമെന്ന കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല.